ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി NG ആൻഡ് ക്രൂഡ് ഓയിൽ എല്ലാത്തിൻ്റെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പവേഴ്സ് ലെവൽസ് ആണ് ഓൺ എലിറ്റ് വി സോറി. സോ ലേൺ ചെയ്യാം നമ്മൾ സ്ട്രാറ്റജി ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ലാസ്റ്റ് ഡിസ്കഷനിൽ ഇത് ഇത്രയൊക്കെ റെസിസ്റ്റൻസ്, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ്, ഗ്യാപ്പ് ആൻഡ് മുകളിൽ നിന്ന് വരുന്ന ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, ഓവറോൾ എല്ലാം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഈ ഒരു ഏരിയയിൽ എല്ലാവരും ബിയറിഷ് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ഇവിടെ പിൻ പോയിൻറ്റ് പറയില്ല, പിൻ പോയിൻറ്റിൽ ഞാനും, കാരണം ഈ പ്രാവശ്യം പിൻ പോയിൻറ്റിൽ ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇവിടെയാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യണം, ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. കാരണം പ്രൈസ് ഞാൻ ഇവിടുന്ന് എന്തായാലും അത്യാവശ്യം നല്ലൊരു ബൗൺസ് കാണുന്നുണ്ട്. ബൗൺസ് അല്ല, നിസ്സാര ബൗൺസ് അല്ല, ബൗൺസ് അടിപൊളി പ്രൈസ് ഇവിടുന്ന് മുകളിൽ ഷൂട്ട് ചെയ്ത് കാണാം. ഓൾമോസ്റ്റ് 10% പറയാം, 9 to 10% ആയിപ്പോൾ എടുക്കാം. ഓക്കെ, അത്ര കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 7% എന്തായാലും മുകളിലേക്ക് എടുക്കുന്ന പ്രൈസ്. കാരണം ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സോ അതാണ് പ്രൈസ് എപ്പോഴും മറ്റേ ഇലിറ്റ് വീച്ച് ഒരു ബോട്ടം ഔട്ട് നമുക്ക് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് എപ്പോഴാണ് എക്സാക്ട്ലി നമ്മുടെ എൻഡിങ് പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ ഓർ ബോട്ടം ഔട്ട് ആൻഡ് സൈൻ തരിക, അങ്ങനെയൊക്കെ. ഓക്കെ, ബട്ട് ഈ ഒരു സിനാരിയോയിൽ അങ്ങനെ കിട്ടിയില്ല. പ്രൈസ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയായിരുന്നു എനിക്ക്. എന്തായാലും പ്രൈസ് ഐഡിയ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്തായിരുന്നു. ഇതിങ്ങനെ ഇത് ABCയുടെ ഫുൾ ഫോളാണ് ഞാൻ കാണുന്നത്. അതിൽ സിയുടെ ഒക്കെ 1 2 3 4 5ൻ്റെ ഇത് 5 ആണോ ഓർ സ്റ്റിൽ 3rd ആണോ 4th ബൗൺസ് ആണോ, അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പ്രൈസ് വീണ്ടും ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോയേക്കണേ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് A B and C ഇങ്ങനെ ഫുൾ പ്രൈസ് ഇങ്ങനെ അത്യാവശ്യം നല്ല ഒരു ഫോൾ കിട്ടി ഇങ്ങനെയാണ്. ആൻഡ് സപ്പോർട്ട് എടുത്തത് ഇവിടുന്ന് കറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈനാണ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതല്ല. ഈ ബോട്ടം ഔട്ടിൻ്റെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴാണ് ഇത് ലാസ്റ്റ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ താഴത്ത് വരച്ചിട്ടുണ്ടായത് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ഈ ഒരു സെക്കൻഡ് ട്രെൻഡ് ലൈൻ. സോ നേരത്തെയാണ് ഇവിടെ ഞാൻ എപ്പോഴും കൂടുതൽ അനലൈസിങ്ങൾ നേരത്തെ തന്നെ ഞാൻ ഷെയർ ചെയ്യും. ഓൾറെഡി പ്രൈസ് ഇവിടെ വരുന്ന മുന്നേ ഷെയർ ചെയ്യും. പ്രൈസിൻ്റെ എങ്ങനെയൊക്കെ സപ്പോർട്ട്സ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് പ്രൈസ് മുകളിലേക്ക് കയറാനുള്ളത്, പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ്. സോ ബട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പേടിയുണ്ടാവും, ഫിയർ ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൻ്റെ എന്തായിരുന്നു അവസ്ഥ, വാറിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു, ഭയങ്കരമായിട്ട് ഒരു ബാഡ് ന്യൂസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അറ്റാക്ക് ചെയ്യും, ഇങ്ങനെ അറ്റാക്ക് ചെയ്യും, അങ്ങനെ ന്യൂക്ലിയറൊക്കെ ഒരു ഇഷ്യൂ വരെ നമ്മൾ കേട്ടു. സോ അതാണ് അത്രയ്ക്ക് പേടിപ്പിച്ചു. ആൻഡ് ദെൻ അവിടെ നിന്ന് 8 to 10% മാർക്കറ്റ് മുകളിലാണ്. സോ ഇതാണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് എന്താണ്, പ്രൈസിൻ്റെ ഒരു ലെവൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായി, ഇതൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണു. ഓക്കെ, സോ പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് പ്രൈസ് ഞാൻ ഇവിടെ വരെ കാണുന്നുണ്ട്, ഈ റെഡ് സോൺ വരെ കാണുന്നു. ഇവിടെ നല്ലൊരു കട്ട റെസിസ്റ്റൻസ് ആണ് റെഡ് സോൺ. ഓക്കെ, റെഡ് സോൺ നല്ലൊരു കട്ട റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് പ്രൈസ് വന്നാൽ പിന്നെ റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തിന് കട്ട റെസിസ്റ്റൻസ് ആണ്? ഫസ്റ്റ് നമ്മുടെ ഗ്യാപ്പ് തിയറി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്യാപ്പിൻ്റെ ഒരു അത്. ഓക്കെ, സെക്കൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ വരിക. ആൻഡ് ഫ്രം ടോപ്പ് ടു ഈ ബോട്ടം വരെ നമ്മൾ ഫിബനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫ്രം ടോപ്പ് ടു ബോട്ടം വരെ ഫിബനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ആ ഒരു ഏരിയയിൽ 50% ഒരു റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. കണ്ട 290 ആൻഡ് ഗ്യാപ്പ് കൂടിയാണ്. ആൻഡ് തേർഡ് ഏതാണ്, ആ മുകളിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കൂടിയാണ്. കണ്ട ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ തിക്കാക്കി മാർക്ക് ചെയ്തേക്കും. ഓക്കെ, സോ അതുകൂടി വരുന്നുണ്ട്. സോ ഓവറോൾ എല്ലാത്തിൻ്റെ ഒരു എല്ലാ റെസിസ്റ്റൻസ് സിങ്ക് ആയിട്ട്, ദാറ്റ് മീൻസ് ടൈപ്പ് ഓഫ് ക്ലസ്റ്ററാണ്. സോ ക്ലസ്റ്റർ എപ്പോഴും 3-4 റെസിസ്റ്റൻസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അതിനാണ് പറയുന്നത് ക്ലസ്റ്റർ എപ്പോഴും വരുന്ന പ്രൈസ് അവിടെ നിന്ന് ഈസിലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും, ഈസി ഉണ്ടാകത്തില്ല. ഓക്കെ, അതുപോലെ താഴെ ക്ലസ്റ്റർ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇലിറ്റ് വീച്ച് ചുരുളാണെന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് 3 4 5 എവിടെയെങ്കിലും ഒരു 3-4 റെസിസ്റ്റൻസ് ഒരുമിച്ച് സിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ക്ലസ്റ്ററാണ് പറയുന്നത്. റൈറ്റ്, സോ ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ പവർ. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് പ്രൈസ് ഇത് 50% ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കുന്നു. ഓക്കെ, സോ ഇത്
ഇമ്പേഴ്സ് ആണെങ്കിൽ ഇലിറ്റ് വ്യൂ തിയറിയിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടുന്ന് റെഗുലർ വ്യൂവേഴ്സ് ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാർട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പഴയ വ്യൂവേഴ്സ് അവർക്ക് മാത്രം അറിയുള്ളൂ എന്താണ് ഇലിറ്റ് വ്യൂ തിയറിയുടെ മൂവ്. എന്നിട്ട് അതിൻ്റെ റൂൾ എന്താ പറയണേ, ഞാൻ ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ഏത് റെസിസ്റ്റൻസ് ഉണ്ടാവും ബോക്സ്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് മേജറാണ് 61.80%. ഓക്കെ, 61.80% നല്ല ഒരു റെസിസ്റ്റൻസ് ആണ്, തിക്കാക്കി മാർക്കറ്റ്. ഓക്കെ, സോ പിന്നെ ഇവിടുന്ന് പ്രോപ്പർ ഇതുകൂടി ഇവിടെ പ്രോപ്പർലി നമുക്ക് ഫിബനാച്ചി യൂസ് ചെയ്യാം, പ്രോപ്പർലി വെക്ക് ചെയ്യാം. ആൻഡ് ഇവിടെയും പ്രോപ്പർലി ഫിബനാച്ചി ഉണ്ട്, പെർഫെക്റ്റ് വെച്ച്. ഓക്കെ, സോ ഇനി നോക്കാനുള്ളത് പ്രൈസ് ഫിബനാച്ചി ആസ് പെർ ഫിബനാച്ചിയുടെ റൂൾ, സോറി എലിറ്റ് വ്യൂ തിയറിയുടെ റൂൾ. പ്രൈസ് എനി ഹൗ ഇമ്പൾസ് ആണെങ്കിൽ, ഇമ്പൾസ് മീൻസ് ഈ വരുന്ന പ്രൈസ് മുകളിലേക്ക് വരുന്ന പ്രൈസ് ഇമ്പൾസ് ആണെങ്കിൽ, ഇത് ബോട്ടം ഔട്ട് ആണെങ്കിൽ 61.80% എനി ഹൗ ടച്ച് ചെയ്യണം. മനസ്സിലായോ? 61.80% എനി ഹൗ ടച്ച് ചെയ്യണം പ്രൈസ്. അതിൻ്റെ അബൌവ് ക്ലോസിംഗ് ആണെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, സോ അതാണ്. ഇൻ കേസ് 50% തന്നെ റിജക്ഷൻ എടുത്ത് പ്രൈസ് താഴേക്ക് വരണം, ദാറ്റ് മീൻസ് ഈ ലോ സേഫ് അല്ല. ഓക്കെ, ഈ ലോ സേഫ് അല്ല, ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് തന്നെ റിജക്ഷൻ എടുത്ത് ഞാൻ പൊട്ടി, മീൻസ് ഇത് ലോ സേഫ് അല്ല, പിന്നെ താഴത്തെ കൊടുത്ത ലോ നോക്കാം. ബട്ട് ഈ വന്ന ബൗൺസ്, ഈ മുകളിലേക്ക് വന്ന റാലി, ഇത് ഇമ്പൾസ് ആണെങ്കിൽ, ജെന്യുവൻ ബൈങ് ആണെങ്കിൽ 61.80% എന്തായാലും ടച്ച് ചെയ്യണം. അതിൻ്റെ അബവ് പ്രൈസ് ക്രോസിംഗിൽ തരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് താഴേക്ക് വരേണ്ടതാണ് ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ നമുക്ക് സംസാരിക്കുക സ്മോൾ ടൈം ഫ്രെയിമിൽ എന്താണ് സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ അങ്ങനെ 5 മൂവ്സിലാണ് റൂൾ വരണത്. എന്താണ് 5 മൂവ്സിൽ 5 വേവിൽ 5 വേവ്സിൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ 5 വേവ്സിൽ എനി ഹൗ പ്രൈസ് 61.80% റേഷ്യോ ഏതാണ് നമ്മുടെ ഇതാണ് 24,780 ടച്ച് ചെയ്യണം ഓർ ക്ലോസിങ്ങിലും തരണം. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഈ വന്നത് ഫുൾ എല്ലാം ഇമ്പൾസാണ്. ഓക്കെ, സോ ഇൻ കേസ് പ്രൈസ് ഇവിടെ വരെ പോകും ഫസ്റ്റ്, ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമായാലും, ദാറ്റ് മീൻസ് 50% തന്നെ പ്രൈസ് പൊട്ടുവാണെങ്കിൽ താഴേക്ക് ഈ നാളെ തന്നെ ഇത് പൊട്ടി ഇവിടെ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഈ ലോ സേഫ് അല്ല, പിന്നെ ബിഗർ ഫോൾ നമുക്ക് കിട്ടും. ഓർ മറ്റന്നാളെ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും കാണിച്ചിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ ഈ ഹൈക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഈ റെസിസ്റ്റൻസ് എനി ഹൗ ടച്ച് ചെയ്യണം. 24,788 or 790 or 800 കൂട്ടിക്കോ, 24,800 എനി ഹൗ ടച്ച് ചെയ്യും. അത് ടച്ച് ചെയ്താൽ ദാറ്റ് മീൻസ് ബോട്ടം ഔട്ട് ആയി പ്രൈസ്. ആൻഡ് ബോട്ടം ഔട്ട് ആയി ദാറ്റ് മീൻസ് ഇതല്ല പ്രൈസ് ഇവിടെ തന്നെ അടിച്ച് മുകളിലേക്ക് കയറും, അങ്ങനെയല്ല. ഡിഗ്രി മനസ്സിലാക്കിയെടുക്കുക. 5 മൂവ്സിലാണ് പ്രൈസ് 1, 2, 3, 4, 5 ആയിട്ടല്ലേ നമ്മൾ മുകളിലേക്ക് പോകുന്നു. അവിടെ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആവും. 5 മൂവ്സായി ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പ്രൈസ് എന്ത് ചെയ്യും? 5 മൂവ്സ് ആണല്ലോ, ഫുൾ 5 മൂവ്സ് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പ്രൈസ് താഴേക്ക് സെക്കൻഡ് ഡിഗ്രിയിൽ ഫോൾ വരും. ആ ഡിഗ്രിയുടെ ഫോളിൽ ചാൻസസ് ഉണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫുൾ ചെയ്യും. കാരണം മേജർ ഡിഗ്രി ആണല്ലോ, ഡിഗ്രിയാണ് എപ്പോഴും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻറ്റർണൽ മൂവ്സിൻ്റെ ഒരു പൊടിക്ക് പവർ ഉണ്ടാവില്ല ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, സോ 5 മൂവ്സ് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയി, ഡിഗ്രി കഴിഞ്ഞ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരുമ്പോഴത്തേക്ക് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യും, കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ആൻഡ് ദെൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. 2 സിനാറിയോയിൽ പ്രൈസ് തിരിച്ചു വരുന്നുണ്ട്. 61.80% പ്രൈസ് തിരിച്ചു വരികയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് ആയിരിക്കും. 50% ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ഇതാണ്. ഓക്കെ, 50% ഉണ്ട് ഈ ഒരു ഇവിടെ നിന്ന് തന്നെ പുട്ടാൻ തുടങ്ങുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പല്ല, സെൽ ഓൺ റൈസിലേക്ക് പോകും. ഓക്കെ, സോ ഇതാണ് എലിയറ്റ് വ്യൂ പവർ. ശ്രദ്ധിക്കുക, നോക്കിയിട്ട് പ്ലേ ചെയ്യുക. ഇത്രയ്ക്ക് വലിയ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് നന്നായിട്ട് ചെയ്യണം. എല്ലാവരും 2-3 കമൻറ്റ്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ഇനി എന്താണ് സ്മോൾ ടൈം ഫ്രെയിം 1, 2, 3 സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവിടെ എല്ലാവരും ഈ ഒരു ഏരിയയിൽ എല്ലാവരും പ്രൈസ് ഇനി പൊട്ടും, ഇനി പ്രൈസ് ഫുള്ളർ ഫോളോയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുന്ന പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട ആളുകൾ അവർക്കൊക്കെ അറിയാം. ഈ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ടിപ്പ് ഒന്നാമത് ബൈ ആകും എന്ന് വെച്ചാൽ 4th ആണ്. ഇതാണ് ഇലിറ്റ് തിയറിയുടെ പവർ. ഓക്കെ, സോ ഇത് 1 ആകും, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഫുള്ളി ഇവിടെ വരെ 3 ആണ്, ഇത് 4th ഫോൾ ആയിരുന്നു. ആൻഡ് ദെൻ 5th ഓൺ ഗോയിങ് ആണ്. ഇതാണ് 5th അകത്ത് ഇൻറ്റേർണൽ മൂവ്സിൽ ഇപ്പോൾ പ്രൈസ് കയറിയിട്ടുണ്ട്. ഇൻറ്റേർണൽ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് 5th ഇനി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇൻറ്റേർണൽ മൂവ്സ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്, നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല.
ഇൻ്റർ മൂവ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, സോ ഇതിനകത്ത് ഇനി കിടക്കുന്നു പ്രൈസിൽ ഫർദർ ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് തന്നെയാണ്, വീക്ക്നെസ് ഒന്നുമില്ല. ബട്ട് യെസ് ചെറിയൊരു അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതിലൂടെ ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഗ്യാപ്പ് തിയറി എന്താ പറയുന്നത്, നമ്മുടെ ഗ്യാപ്പ് ഫിൽ ആവാൻ പാടില്ല. ബട്ട് ഇന്ന് പ്രൈസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് തോന്നുന്നു ഇന്ന് ഫിൽ ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് അത് ഇഷ്യൂ അല്ല. നമ്മുടെ മെയിൻ ഗ്യാപ്പ് ഏതാണ്, നമ്മുടെ ഈ ഗ്യാപ്പ് ഫിൽ ആവാൻ പാടില്ല. ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. ഓക്കെ, ഇത് ഫിൽ ആവാതെ പ്രൈസ് പോകുമെങ്കിൽ സോ ആ ഒരു സിനറിയോ ചാൻസസ് പ്രൈസ് 24,800 അടിക്കാൻ 780 അടിക്കാനുള്ള ചാൻസസ് മാക്സിമം ഉണ്ടാവും. ഓക്കെ, അത് അടിക്കണം ശരിക്കും. പ്രൈസ് ബുള്ളിഷ് റൺ ആണെങ്കിൽ സോ പ്രൈസ് എനി ഹൗ 24,780. പിന്നെ താഴേക്ക് നല്ലൊരു ഫോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ബൈ ഓൺ ഡിപ്പ് ഡിഗ്രി ഫോൾ വരും. അത് നമുക്ക് ബൈ ഓൺ ഡിപ്പ് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ വ്യൂ. 5th ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തത് ഇങ്ങനെ. ഓക്കെ, സോ പ്രൈസ് മേ ബി ചാൻസസ് ഉണ്ട് വീണ്ടും ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആവാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ABC ആയിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് ആൻഡ് വീണ്ടും ബൗൺസ് ആണ്. സോ ബൗൺസ് ആണോ അല്ലെങ്കിൽ ഇത് ABC ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ബൈങ് ജനറേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്തേക്കാം. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ എനിക്ക് കാണുന്നത് ഇത് ഇവിടുന്ന് ABC ഇത് ഫോളോ ആയില്ലോ, ഇത് കണ്ട. ഇതാണ് എപ്പോഴും നമുക്ക് നോക്കാനുള്ളത്. പ്രൈസ് ഇത് A, ഇത് B, സിയുടെ ഫോളിലകത്ത് നമ്മൾ നോക്കുകയും ഡയൽ പാറ്റേൺ ഫോം ചെയ്യണം. സിയിൽ റൂൾ അങ്ങനെയല്ല പറയുന്നത്, ഡയൽ പാറ്റേൺ ഫോം ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ എല്ലാം നോക്കി നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം പറ്റും. ടൈപ്പ് ഓഫ് ഡയൽ പാറ്റേൺ ആയാലും ടൈപ്പ് ഓഫ് ഡയൽ പാറ്റേൺ ഇവിടെ ഫോമായി ആൻഡ് പ്രൈസ് വീണ്ടും ബൗൺസ് ചെയ്യാൻ തുടങ്ങും. ബൗൺസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്രൈസ് ഇങ്ങനെ 1, 2, 3 ഇത് 4 ആണ് ആൻഡ് 5th. സോ നാളെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഈ ചൂടെ ലോ ഇതാണ് ഇത് തന്നെ വീക്ക് ചെയ്താൽ ഇൻട്രാഡേ പർപ്പസിലാണ്. സോ 24,130 ബ്രേക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് ഡൗൺ പ്ലേ ചെയ്യാം. ഓക്കെ, ഡൗൺ പിന്നെ ഈ ലോ സേഫ് അല്ല, പിന്നെ ഫർദർ താഴേക്ക് 1, 2, 3, 4, 5 ഇവിടെ വരെ എന്തെങ്കിലും നോക്കാം. അത്ര വരെ വരാൻ ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓർ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് 1, 2, 3, 4 ആൻഡ് 5 എത്ര വരെ പോകാം. ഓക്കെ, 5 എത്ര വേണമെങ്കിൽ ഇപ്പോൾ 5 മൂവ്സ്, പിന്നെ ABC ആയിട്ട് സ്മോൾ താഴേക്ക്, പിന്നെ വീണ്ടും മുകളിലേക്ക്. സോ ഞാൻ കൺസൾട്ടേഷനാണ് 2 ദിവസം. നാളെ ഫ്രൈഡേ അല്ല, നാളെ മാക്സിമം ഞാൻ കാണുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൺസൾട്ടേഷനാണ് ഞാൻ ഇവിടെ കാണുന്നത് ഈ ഒരു റേഞ്ചിൽ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ പറയാം. ജസ്റ്റ് ഒരു ഐഡിയ. 1, 2, 3, 4, 5 ഇവിടെ എവിടെയെങ്കിലും തീരും. 5 മേ ബി ഇവിടെ എവിടെയെങ്കിലും തീരും 5. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് മോസ്റ്റ്ലി ഇൻ ഗ്യാപ്പ് ഡൗൺ ഓർ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ഒന്നും ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വന്നില്ലെങ്കിൽ സോ A, ഇത് B, ഇത് C ഇവിടെ കൺസിഡറേഷൻ. ദെൻ പിന്നെ താഴേക്ക് ഇവിടെ ABC, പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും അത്. സോ നാളെ ഫുൾ കൺസൾട്ടേഷൻ ആണ് ചാൻസസ്. നോക്കാം. ഓക്കെ, മൺഡേ ആയിരിക്കും മേ ബി എന്തെങ്കിലും ഒരു ന്യൂസ് ബേസ് നമുക്ക് മൂവ് കിട്ടുന്നത്. മൂവ് ഡയറക്റ്റ്ലി മുകളിൽ എവിടെയെങ്കിലും ഇത് ഫില്ലായ ആ ഒരു ഏരിയയിൽ കോഷനാണ്. ഞാൻ പിന്നെ കോഷൻ ചെയ്യുക, കാരണം വെച്ചാൽ പിന്നെ ഈ ഒരു ഏരിയ എല്ലാവർക്കും അറിയാലോ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ നല്ലൊരു കട്ട് റെസിസ്റ്റൻസ് ആണ് 61.80% ടച്ച്. ആൻഡ് ദെൻ നമ്മുടെ ഡിഗ്രി ഫോളിലേക്ക് റെഡി ആവാം. എല്ലാവരും ബുള്ളിഷ് ആയിരിക്കും, നമ്മൾ ബിഗേഷ് ആയിരിക്കും. ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. സോ ശ്രദ്ധിക്കുക എല്ലാവരും. അത്യാവശ്യം നല്ലൊരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു വീഡിയോ ലോങ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് വേഗം ഷോർട്ട് അനാലിസിസ് ബാക്കി എല്ലാത്തിലും നമുക്ക് ചെയ്തേക്കാം. ക്രൂഡ് ഓയിൽ ഒന്നും ഇതിനകത്ത് എനിക്ക് ഐ തിങ്ക് പറയാനൊന്നുമില്ല. പ്രൈസ് അന്ന് നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പ്രൈസിൻ്റെ ഇത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. ഇനി ഇതൊക്കെ എല്ലാം കഴിഞ്ഞു. പ്രൈസ് വീക്ക്നെസ് ആണ് ക്രൂഡ് ഓയിൽ ഞാൻ കാണുന്നത് 1 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ മേ ബി സെല്ലോൺ പ്രൈസിലേക്ക് നോക്കാം. ക്രൂഡ് ഓയിൽ ഇനി ഈ ലോ കൂടി ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ്. സ്മോൾ ടൈം ഫ്രെയിമിൽ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് സൈഡ് വേസ് ആണ്. നോക്കാം, എന്തെങ്കിലും ബുള്ളിഷ്നെസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അബവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടും. കാണുന്നില്ല ഒന്നും ക്രൂഡ് ഓയിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാച്ചുറൽ ഗ്യാസും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് വെറുതെ ഞാൻ എന്തെങ്കിലും ചുമ്മാ അപ്പ് ആൻഡ് ഡൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വേസ്റ്റ് ആയിരിക്കും. ഒന്നും കാണുന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അത് തന്നെ പറയാനുള്ളതാണ്. എൻജിയും ഇതൊക്കെ എല്ലാം സ്മോൾ ടൈം ഫ്രെയിമിൽ ഒക്കെ സൈഡ് വേസ് ആണ്. ബിഗർ ടൈം ഫ്രെയിമിൽ സെൽ പ്രൈസ് ടൈപ്പാണ്. സപ്പോർട്ട്സ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണമെങ്കിൽ മാത്രമേ, സൈൻ കാണുന്നില്ലല്ലോ, മനസ്സിലായോ? എൻഡിനൽ പാറ്റേൺ അങ്ങനെ ഒന്നും കാണുന്നില്ല. സോ പിന്നെ ഇങ്ങനെ അപ്പ് സൈഡ് പ്ലേ ചെയ്യാനേ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് വേഗം ബാൻ ഓഫ് ടി അനാലിസിസ് കിടക്കാം.
നിഫ്റ്റിയുടെ പോലെ തന്നെ ഓൾറെഡി ഇതിനകത്ത് മാർക്കറ്റ് എല്ലാം പെർഫെക്റ്റ്ലി ആണ്. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഐ തിങ്ക് ഞാനൊരു ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാത്തിനും പെർഫെക്റ്റ് ഇപ്പോൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി നേരത്തെയാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ മുകളിലേക്ക് ക്ലോസിങ് തന്നായിരുന്നു കണ്ട ഈ ഒരു ഏരിയയിൽ. സോ 1 2 3 ഹ്യൂജ് ഗ്യാപ്പപ്പാണ്, അതാണ് ഹ്യൂജ് ഗ്യാപ്പ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏരിയ ഇതാണ്. ഓക്കെ, ഇതിനകത്ത് കൺസൾട്ടേഷൻ നാളെ മോസ്റ്റ്ലി ചാൻസസ് കൺസൾട്ടേഷനാണ്. ചാർട്ട് അങ്ങനെയാണ് പറയണേ, കൺസൾട്ടേഷൻ ആൻഡ് ദെൻ മൺഡേ മേ ബി അപ്പ് സൈഡ് വീണ്ടും കിട്ടും. ലാസ്റ്റ് ലെഗോഡ് ഓഫ് സൈഡ് ആയിരിക്കും, ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെൻസെക്സ് മീൻസ് ബ്ലൈൻഡ്ലി അവിടെ നിന്ന് ലാസ്റ്റ് ലെഗ് ആണെങ്കിൽ ബ്ലൈൻഡ്ലി അവിടെ നിന്ന് ഷോർട്ട് പൊസിഷൻ ഒന്നും ആരും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ലേണിംഗ് പർപ്പസ് ആണ് ഇത്. അവിടെ നിന്ന് റിജക്ഷൻ തരും. റിജക്ഷൻ ഇപ്പോഴും തരുമ്പോൾ പ്രൈസ് ABC ആയിട്ടാണ് താഴേക്ക് വരുള്ളൂ. അല്ലാണ്ട് ചാടി പൊസിഷൻ എടുത്ത് കഴിഞ്ഞാൽ 8 പണിയും കിട്ടും. അതുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ടെക്നിക്കലാണ്, എല്ലാം കൂടി ടെക്നിക്കൽ ബേസ് മാത്രമേ എന്തെങ്കിലും പ്ലേ ചെയ്യാവുള്ളൂ കേട്ടോ. സോ സെൻസെക്സിൻ്റെ ഇതായി ആൻഡ് സപ്പോർട്ട് ഇതാണ് സെൻസെക്സിൻ്റെ. ഇത്രേ ഉള്ളൂ. എല്ലാ സപ്പോർട്ട്സുമായി റെസിസ്റ്റൻസ് ആയി സെൻസെക്സിൻ്റെ. 50 മിനിറ്റ് ക്യാപ്സിലേക്ക് പോകാം. ബ്രോസ് അടിപൊളി ബ്രേക്ക് ഔട്ടാണ്, വെരി ഗുഡ് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ട്. ഇതാണ് അന്ന് ഹ്യൂജ് ഒരു ഗ്യാപ്പ് ഇട്ടായിരുന്നു ഇവിടെ. ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് കൂടി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇതും അങ്ങനെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഈ ഒരു നമ്മളിത് കൗണ്ട് ചെയ്യാൻ 1 2 3 4 and 5. ഓക്കെ, സോ ഇതിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ. ആൻഡ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ വെരി ഗുഡ് ഫോർദർ അപ്പ് സൈഡ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.